ഹായ് ഹലോ. അപ്പോൾ ഇന്നെന്താ വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ കുറേ നാളത്തെ ഒരു ആഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഡ്രസ്സ് കണ്ടോ, ഈ ദിയാകൃഷ്ണയുടെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കണം അതേപോലത്തെ ഒരെണ്ണം ചെയ്ത് നോക്കണമെന്ന്. വലിയ മോഡലൊന്നും ഇല്ലെങ്കിലും അതേപോലത്തെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കോട്ടൺ വയ്ക്കാന്ന് വെച്ചാൽ നല്ല റേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി മേടിച്ചിട്ടുണ്ട്. മീഷോ എന്നാണ് വാങ്ങിയത്. അത് സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് ദിയാകൃഷ്ണയുടെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഈ സാരി കണ്ടോ, ഇത് അതേപോലത്തെ ഒരു മോഡൽ സാരി തന്നെയാണ്. ഇതൊരു ഷിഫോണിൻ്റെ സാരിയെ കുറിച്ച് ഗ്ലേസ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് എന്താണ്, ഇതെൻ്റെ മുന്താണി പോർഷനാണ്. ഇതാണ് സാരി ആയിട്ട് വരുന്ന പോർഷൻ. ഇതതിൻ്റെ സൈഡ് ബോർഡറാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്, ബാക്ക് പോർഷൻ നമ്മൾ ഈ സ്കേർട്ടായിട്ട് വരുന്ന ആ ഭാഗത്തിൻ്റെ പോർഷനിൽ നിന്നാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, ബോർഡർ കട്ട് ചെയ്തിട്ടേക്കാണ്. നമുക്ക് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ദിയയുടെ മൊഡാൾ സിൽക്കിലാണ് വരുന്നത്. ഇത് സിമിലാരിറ്റി ഉണ്ട്, മൊഡാൾ സിൽക്ക് പോലെ ഇരിക്കും. എന്നാൽ അത് മൊഡാൾ സിൽക്ക് അല്ല, ഇത് ലോക്കൽ മീഷോയിലെ മൊഡാൾ സിൽക്കാണ്, ഷിഫോൺ എന്ന് പറയും. അപ്പോൾ ഇത് അതിൽ കാണുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ബ്ലൗസ് പീസായിട്ട് വരുന്നതാണ്. ഈ സാരിയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് സ്ലീവായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഒഴുകിക്കെടുക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ലൂസി ആയതുകൊണ്ട് നമുക്കിതിൽ മൈക്രോഡോട്ട് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് വേണം. അതായത് മൈക്രോഡോട്ട് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇത് ബാക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് വേണം ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യാം ഫസ്റ്റ്. എന്നിട്ട് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഏത് പോർഷൻ എവിടെയൊക്കെ വേണം എന്നുള്ളത് കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ സാരി നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഭാഗം വയ്ക്കുക. ഇത് വരുന്നതിൻ്റെ ഇത് അംബ്രല്ല സ്കേർട്ടായിട്ടല്ല, ഇതിൽ യോക്ക് പോർഷൻ്റെ താഴത്തു നിന്ന് കൊടുത്തിരിക്കുന്നത് പാനൽ കട്ടാണ്. അപ്പോൾ പാനൽ കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കാണിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യണത് മൈക്രോഡോട്ട് ഫാബ്രിക് മെയിൻ ഫാബ്രിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്തതിന് ശേഷമാണ് ഇത് രണ്ടും തമ്മിൽ ഒരു തുണിയായിട്ട് മാറാൻ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് മൊഡാൾ സിൽക്ക് പോലെ ആയതുകൊണ്ട് തന്നെ ഇത് മടക്കിയെടുത്ത് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോന്നും പിന്ന് ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കറിയേണ്ടത് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഈ ഒരു വശത്തെ മെഷർമെൻ്റ് ആണ്. അതെത്രയാണെന്ന് നിങ്ങളുടെ എടുക്കുക. എൻ്റേത് വരുന്നത് 32ആണ്. ഈ 30 ശരിക്കും പറഞ്ഞാൽ 30ആണ്. 30ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. ഇതിപ്പോൾ നിങ്ങളുടെ ഈ 30ൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ എത്രയാണോ, 34 ആവാം, 35 ആവാം, 36 ആവാം, എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയതിന് ശേഷം ഈ 2 എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് 0.5 ആണ് നമ്മളിവിടെ അരേഞ്ച് എടുക്കുള്ളൂ. അങ്ങനെ 4 സൈഡും കൂടെ കൂട്ടിയിട്ടാണ് ഈ 2 കിട്ടുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ മസാക്കലി മോഡൽ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യാം, സീം അലവൻസ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടാണ്ട് വരും. അപ്പോൾ ഏകദേശം നിങ്ങൾ 2 തന്നെ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് 32 കിട്ടിയത്. 32 ഡിവൈഡ് ബൈ 15 പാനലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് 2 കിട്ടും. 2.1 ആണ് കിട്ടണം. 1 എടുത്തില്ല വെച്ചാലും കുഴപ്പമില്ല. ഈ 2ൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലും. അതായത് ഈ സൈഡിലും നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് സീം വേണമല്ലോ. അപ്പം അതിന് അരഞ്ച് കൂട്ടിയിട്ട് 1 ഇഞ്ച്, അങ്ങനെ 1 കൂട്ടിയിട്ട് 3 കിട്ടും. ഈ 3 എന്തെന്ന് പറയുന്നത്, ഈ മുകൾ വശത്തെ ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ച്. ഇനി താഴത്തെ കിട്ടണം. ഈ 9 എങ്ങനെ കിട്ടിയെന്നുള്ളത് എത്രയാണോ നമുക്ക് മുകൾ വശത്ത് കിട്ടിയത് അതിൻ്റെ കൂടെ ഇൻറ്റു 3 അല്ലെങ്കിൽ 4 ചെയ്താൽ കിട്ടുന്നത് എത്രയാണോ അത്രയാണ് ഈ ഒരു ഭാഗത്തെ മെഷർമെൻ്റ് ആയിട്ട് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറേ കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ഞാൻ പേപ്പർ പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് തുണിയുടെ കട്ട് ചെയ്യണത് കാണിക്കാം. അപ്പോൾ ഇത് 15 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ പേപ്പർ പാറ്റേൺ ആണ് ഒരു പാനലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുണ്ടല്ലോ, ആ കണക്കിൽ ഒരു പാനലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ 15 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇത് വരയ്ക്കുക, കട്ട് ചെയ്യുക. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാൻ കഷ്ടപ്പെട്ടു എന്നാണ് പറയാം. കാരണം ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കഷ്ടപ്പെട്ടത്. ഇല്ലിച്ച് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ കത്രിക കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സൈഡ് മുഴുവൻ ലോക്ക് ചെയ്യണം. ഇല്ല വെച്ചാൽ ഇത് പിന്നി പോകും. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ റൂട്ട് മാറി പോവില്ല. അതുകൊണ്ട് ഇതിന് നമുക്കിനി സൈഡ് മുഴുവൻ ലോക്ക് ചെയ്യണം. ബാക്ക് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ബാക്ക് പോർഷനും കട്ട് ചെയ്യേണ്ടത്. മറ്റൊന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ കാണിക്കുന്നു. ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ, അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വരയ്ക്കാം. ബാക്കി നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ഞാനിതിൽ ഫ്രണ്ടിൽ ഡാർട്ട് ഇടുന്നത് കൊണ്ട് ഇവിടെ എക്സ്ട്രാ ഞാൻ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും ഡാർട്ട് ഇടുന്നുണ്ട്. അപ്പം അതിന് വിട്ടിട്ടുണ്ട് കേട്ടോ. കപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനും ഒരു 1/2 ഇഞ്ച് വിട്ടേക്കണം എന്നല്ല, അല്ലെങ്കിൽ ലൂസായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് മതി. താഴെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോലെ, അപ്പം 3.5 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഡാർട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ നിപ്പിൾ പോയിന്റും കൂടെ മാർക്ക് ചെയ്തേക്കണം. ഇവിടെയാണ് നിപ്പിൾ പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ 9.5 ഇഞ്ച്. അവിടെ തന്നെ നമ്മുടെ ഡാർട്ടും കിടക്കണത്. അപ്പം ഇവിടെ നമ്മൾ കപ്പ് വയ്ക്കുകയാണെങ്കിലും കപ്പിൻ്റെ ആ ഒരു ഇതും കൂടെ നോക്കിയിട്ട് വേണം നമ്മളത് മാർക്ക്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പീസ് വെക്കും. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക. 5.5. എനിക്ക് 5.5 മതിയേ. അതിൽ കൂടുതൽ ഇറങ്ങിയ വൃത്തി ഉണ്ടാവില്ല. കൂടുതൽ ഇറങ്ങിയ ഭംഗി കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് വൃത്തി ഉണ്ടാവില്ല. അതാ നമ്മൾ വിടുത്ത് ഇവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ടേ. ഇത് 4 ഇഞ്ചാണ് കൊടുത്തിരിക്കണേ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് സാധാ എൻ്റേതായത് കൊണ്ടാണ് ഞാൻ വലിയ വിശദീകരണം ഞാൻ ഇതിന് തരാത്തത് കേട്ടോ. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്യണം. ആദ്യയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട ഇതിൽ കൂടെ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൈഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വൈഡ് ചെയ്തും ഇത് കൊടുക്കാട്ടോ. അപ്പോൾ ഫൈനലി ഈ ഒരു വൈഡ്നെസ് ആണ് നമ്മൾ എടുക്കണത്. ഉണ്ടോ? അപ്പോൾ ഒരു കുറച്ചും കൂടെ ഭംഗി തോന്നാം. ഇവിടെ നിന്ന് വൈഡ്നെസ് തന്നെ ഇങ്ങനെ കയറിപ്പോണം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ വരച്ചതിൻ്റെ മേലെ കൂടെ വരയ്ക്കുമ്പോൾ എനിക്കെന്നെ മനസ്സിലാവില്ല, എന്നാലും ഓക്കെ. ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇതില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത്രയും തന്നെ പോർഷൻ നമ്മൾ വേറെ അറ്റാച്ച് ചെയ്യും കേട്ടോ. അപ്പം അത് ബാലൻസ് ചെയ്ത് പൊക്കോളും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്ര വേണമെങ്കിലും കട്ട് ചെയ്ത് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ബാക്ക് ആം ഹോളാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടെ കുഴിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു കുഴി, കുറച്ചും കൂടെ, ഒരുപാടില്ല, ഒരു ഇത്തിരിയും കൂടെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഇതിൽ നമ്മൾ ഇവിടെയും കട്ട് ചെയ്ത് കളഞ്ഞേക്കാം.
ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റി എടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ലൈനിങ് എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മെറൂൺ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് മെറൂൺ കളർ വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ, അടിയിലല്ലേ പോകുന്നത്, കുഴപ്പമില്ല. ഇത് നമ്മൾ ഓൾറെഡി മൈക്രോ ഡോട്ട് വെച്ച കാരണം കൊണ്ട് സീനില്ല. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ മേലെ ഈ നല്ല വശം ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൽ നമുക്ക് ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ മൈക്രോ ഡോട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്രണ്ട് പോർഷൻ ഒപ്പത്തിനൊപ്പത്തിന് വെച്ച് പിൻ ചെയ്യാം. സെൻറ്ററിലും പിൻ ചെയ്യാം. ശരിക്കും കണ്ടോ, ഇത്ര പോർഷൻ നമ്മൾ വേറെ സംഭവം അറ്റാച്ച് ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോരണം. ഇപ്പുറത്തുനിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് പോരണം. അതിന് മുമ്പ് ഇവിടെ നമ്മൾ അടിക്കണം, അവിടെയും നമ്മൾ അടിക്കണം. അതേപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം. ഇത് നമ്മൾ ലൈനിങ് ഇങ്ങോട്ട് മറിച്ചിടാനുള്ളതാണ്. ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഈ പിക്ചർ ഇപ്പുറത്തോട്ട് ട്രേസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക, ലെവൽ ചെയ്ത് വയ്ക്കുക, ഇതേപോലെ തന്നെ വയ്ക്കുക, നേരേക്ക് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഭയങ്കര ഈസിയല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്തെങ്കിലും ഭംഗിയാക്കണം എന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഭംഗിയാക്കാം. ഈ ഇത്രയും ഭാഗം അവിടെ നമുക്ക് ഹുക്ക് വെക്കാനുള്ളതാണ്. ഒരു ഹോള് ബാക്കിൽ വരും. സ്ലീവ് കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും അറിയുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് എടുത്തതുണ്ടായിരുന്നല്ലോ, 2 സൈഡിലത്തെയും നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ കണ്ടോ. ഇനി ഇവിടെയൊക്കെ നോച്ചിട്ട് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് നോച്ചിട്ട് കൊടുക്കണം. നമ്മൾ തിരിച്ചിടണം. ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ ചെയ്യാം. ഈ ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കണം. ആ ഒരു ഫിനിഷിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അതെ, ബാക്ക് നമ്മൾ എത്ര നീറ്റിലാണ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതേപോലെ തന്നെ ഫ്രണ്ട് കണ്ടോ, ഇവിടെ ഇനി വർക്കൊക്കെ വരും. ബാക്ക് കണ്ടോ, സൂപ്പറായിട്ട് നമ്മൾ ഫിനിഷിങ്ങോട് കൂടിയാണ് എല്ലാ ഡ്രസ്സും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതാണ് ബാക്ക്. കണ്ടോ, ബാക്ക് ഇങ്ങനെ വരും. ബാക്കിന്റെ ബാക്ക് കാണിച്ചു തരാം. കണ്ടോ, എല്ലാം വളരെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിരിക്കും. ഇവിടെ ഇനി നമ്മുടെ ലാബിലൊക്കെ വരുവേ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പോർഷൻ. ഇനി നമുക്ക് പാനലിലേക്ക് കിടക്കാം. പാനൽ വേറൊന്നും ചെയ്യാറില്ല, ജോയിൻ ചെയ്യുക. എല്ലാം ജോയിൻ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. അപ്പം ഇനി ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ തുണി തന്നെ വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. മറ്റേത് എനിക്കത്ര രസമായിട്ട് തോന്നിയില്ല. അപ്പം ഇത്രയും പോർഷനിൽ നമ്മൾ വയ്ക്കുകയാണ്. നമ്മൾ ഈ അതേ ലെവലിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് 5.5 ഇഞ്ച് ഇവിടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ മാത്രമേ ഇത്ര വിശദീകരിക്കാനായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളത് വെക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇനി നമ്മൾ കറക്റ്റ് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞിതാക്കി അരി ചേർത്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. അതൊരു പണിയാണ്. നല്ല വശം ചേർത്ത് വെച്ച് ഇവിടെയും കൂടെ ജോയിൻ ചെയ്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ പാനൽസ് എടുക്കുക. പാനൽസ് എടുക്കുമ്പോൾ നല്ല പാനൽസ് എടുത്ത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല വെച്ചാൽ ഇത് ആകെ കുഴഞ്ഞെടുക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പോകും. ഇനി 2 പാനൽ എടുത്തിട്ട് അരി അടിച്ചടിച്ചടിച്ച് പോവുക. അത്രയുള്ള പണി ഇത് ഞാൻ അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പോർഷൻ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാനൽസിൻ്റെ ഓരോന്നും പീസ് വെച്ച് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതൊക്കെ ഞാൻ വളരെ സ്പീഡിൽ കാണിക്കണം. നമ്മൾ എന്തിനാണ് വലിച്ച് നീട്ടണേ അല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് അറിയാനുള്ളതൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പെട്ടെന്നായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനം നിങ്ങൾ ഫൈനൽ ലുക്ക് കാണാതെ പോവരുത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലൈനിങ്ങോട് ചേർത്ത് ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇനി നമ്മളിതാ ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇത് കേട്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലേസാണ്. അപ്പോൾ അതിൽ ദിയയുടെ ഇവിടെ ഇതിൻ്റെ ഡബിൾ 1 ഇഞ്ച് വലുപ്പത്തിലുള്ളതാണ് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരെണ്ണം ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ ആ ലൈസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഫാബ്രിക്കിൻ്റെ അടിയിൽ മൈക്രോഡോട്ടും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് ചെയ്ത് മടക്കി അടിച്ചിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാനലിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളത് യോക്ക് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യും. ബാക്കി ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫൈനൽ ലുക്ക് എന്തായാലും കാണണം മറക്കരുത്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം ടോട്ടലായിട്ട് കണ്ടോ. അപ്പോൾ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇത് കണ്ടോ, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പൊള്ളയായിട്ട് നിൽക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ വള്ളി കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇത് ഡമ്മി ഇത്തിരി മെലിഞ്ഞതായത് കൊണ്ട് ഇത് സൈസ് പാകമില്ലാത്തത് കൊണ്ടും ഇതിങ്ങനെ ഓവറായിട്ട് നിൽക്കണം. ഞാനിടുമ്പോൾ കറക്റ്റാണ്. പക്ഷെ എന്നാലും ഈ ഒരു പൊള്ളപ്പ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ആ വള്ളി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊള്ളപ്പ് ഉണ്ടാവില്ല കേട്ടോ. ബാക്കി ഇവിടെ ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇവിടെയൊക്കെ മിറർ വർക്ക് വരാനുണ്ട്. എന്നാലും നിങ്ങൾ പറയണം ടോട്ടലി എങ്ങനെയുണ്ട് കാണാനായിട്ട്, ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.